പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ആമേൻ സ്തോത്രം നവംബർ മാസം 13 വെള്ളിയാഴ്ച രാവിലെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല പ്രഭാതത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ പുലർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് കർത്താവേ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കാലത്തുണരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അവൻ ശബ്ദമൊക്കെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ആരാധിക്കുന്നു. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്ക് മാറാത്തവൻ. 106 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 30-31 ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. എങ്ങനെ സ്തുതിക്കും? അത്യന്തം സ്തുതിക്കും. ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. ഞാൻ പുരുഷാരത്തിന് നടുവിൽ അവനെ പുകഴ്ത്തും. ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ എന്ത് ചെയ്യും? അത്യന്തം സ്തുതിക്കും. ഇന്ന് പ്രഭാതത്തിൽ സ്തുതിക്കാവുന്ന അത്രയും സ്തോത്രവും സ്തുതിയാഗങ്ങളും കർത്താവിനെ അർപ്പിക്കണം. എന്നിട്ട് അതേ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ വാഴ്ത്തും. അനേകർ നടുവിൽ നിൽക്കുമ്പോഴും ഞാൻ പറയും, എൻ്റെ കർത്താവ് നല്ലവനാണ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തവനാണ്, എൻ്റെ കർത്താവ് എന്നെ കൈവിടാത്തവനാണ് എന്ന് ഞാൻ എൻ്റെ കർത്താവിനെ പുകഴ്ത്തും. ഹല്ലേലൂയ. ആമേൻ. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. ആമേൻ. ആനന്ദത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം പറയാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ ജയോഘോഷത്തോടെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. സഭയായി ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുമനപ്പെട്ട് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അങ്ങ് ഞങ്ങളെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി സ്ഥലങ്ങൾ, ഉപജീവന മാർഗം ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ സമൂഹത്തിൽ, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ദേശത്ത് യേശുവിൻ നാമത്തിൽ ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് കൊടുക്കുന്ന ആരോഗ്യത്തിനായിട്ട്, സൗഖ്യത്തിനായിട്ട് സ്തോത്രം. വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെ ആയാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസിഡിറ്റി മാറട്ടെ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് മാറട്ടെ. അതുപോലെ ആന്തരിക അവയവങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ വയറിൻ്റെ മേൽ അങ്ങനെ കൈവച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഏത് വിഷയത്താൽ ഭാരപ്പെട്ടാലും കർത്താവിന് അത്ഭുതം ചെയ്തല്ലോ. ആ വയറിനകത്തുള്ള അവയവങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി നടന്നല്ലോ. പ്രോപ്പർ ഡൈജഷൻ നടക്കട്ടെ. പ്രോപ്പറായ ആമേൻ ഡൈജഷൻ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഗ്യാസിൻ്റെ അസ്വസ്ഥതകളും മാറട്ടെ, എല്ലാ അസിഡിറ്റികളും മാറട്ടെ, എല്ലാ ആന്തരിക അവയവങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പെർഫെക്റ്റ്ലി ഫങ്ഷൻ ചെയ്യുന്നതിനായി സ്തോത്രം.
കർത്താവ് കൊടുത്ത വിടുതലിന്, സൗഖ്യത്തിന്, ആരോഗ്യത്തിന് നന്ദി. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക്, കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കടന്നു പോകുന്നവർക്ക് അങ്ങ് തുറക്കുന്ന വഴിക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ അങ്ങ് സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണല്ലോ, ദൈവവചനം ഘോഷിക്കപ്പെടുന്ന ദിവസമാണല്ലോ. നിന്റെ അഭിഷിക്തന്മാരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തമായി കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം, അവർക്ക് ആഗ്രഹം കൊടുക്കണം അങ്ങേ ആരാധിക്കുവാൻ, ആവേശം കൊടുക്കണം അങ്ങേ ആരാധിക്കുവാൻ. അങ്ങ് അത് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഒരിക്കലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സമാധാനം, ദൈവിക സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് നമുക്ക് സഭായോഗമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ എപ്പോഴാണെങ്കിലും നിങ്ങളുടെ സഭായോഗം, അതിപ്പോൾ ഏത് ദിവസമാണോ, ഞായറാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ, നോ പ്രോബ്ലം. പക്ഷേ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. കാരണം അത് നമുക്ക് നന്നല്ല. കാരണം എല്ലാ സഭായോഗങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് കാണുകയും തക്ക സമയത്ത് പോയി പങ്കെടുക്കുകയും ചെയ്താൽ അതിന് സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉണ്ട് കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നൊരു ചെറിയ സന്ദേശമാണ് നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ അത് നമുക്ക് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം. ഫിലോമോൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ഫിലോമോൻ ചാപ്റ്റർ 1 വേഴ്സ് 20. അവിടെ പറയുന്നു, അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് എഴുതുക. ഫിലോമോൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. അപ്പം ഇതിൻ്റെ പശ്ചാത്തലം ഇത്രമേ ഉള്ളൂ. ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഒനിസിമോസ് എന്ന ഒരു ജയിലിൽ കിടക്കുന്ന ആള്, കൂടെ കിടന്ന ആള്, സഹതടവുകാരൻ ആയിരുന്ന ഒനിസിമോസ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹം ഫിലോമോനുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഈ കാരാഗ്രഹവാസത്തിൽ പൗലോസ് ഈ ഒനിസിമോസിനോട് സുവിശേഷം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒനിസിമോസിൻ്റെ ജീവിതത്തിലേക്ക് കൈമാറി കൊടുത്തു. ഒനിസിമോസ് യേശുവിനെ സ്വീകരിച്ചു. ഒനിസിമോസിൻ്റെ സ്വഭാവം മാറി, ആള് മാറി. അങ്ങനെ ഈ ഒനിസിമോസ് ജയിൽ മോചിതനാകുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ഫിലോമോനോട് പറയുന്ന കാര്യങ്ങളാണ്, ഇദ്ദേഹത്തെ സ്വീകരിക്കണം, ഇദ്ദേഹത്തെ കൂടെ നിർത്തണം. മുൻപ് നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണ്, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഖനം എഴുതുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ കൈക്കൊള്ളണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലേഖനമെങ്കിലും ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞൊരു പദമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നു, എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. എന്താണ്? ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? റീഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ആശ്വാസവും നീ എനിക്ക് കർത്താവിൽ തരണം. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പോസ്തലൻ ജയിലിൽ കിടക്കുമ്പോൾ ഫിലോമോൻ ഈ ലേഖനം എഴുതി വിടുമ്പോൾ ഫിലോമോനോട് പറയുക, ഫിലോമോനെ, നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കണം, നീ എൻ്റെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും തരണം. എങ്ങനെ? എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്ത് നീ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. എന്നിട്ട് ഫിലോമോനോട് പറയുന്നൊരു ഭാഗമുണ്ട് വേറെ ഒരു ഭാഗത്ത്, 1:7, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, 10-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. ഈ ഒനിസിമോസിനെ തടവിൽ വെച്ച് ജനിപ്പിച്ചതാണ്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനിസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഫിലോമോൻ്റെ ഒരു രീതിയുണ്ട്. ഫിലോമോൻ, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഇന്ന് പ്രഭാതത്തിൽ എന്തുവായി ഹൃദയം തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പണ്ട് നമ്മുടെ അബ്രഹാം പിതാവും യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പം, നമ്മുടെ ലാസറും ധനവാന്റെ ഉപമ പറഞ്ഞപ്പോൾ, നമ്മുടെ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അപ്പം ഈ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? എനിക്കൊരു ആശ്വാസം, എനിക്കൊരു സമാധാനം കിട്ടുന്ന ഒരു തണുപ്പെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ,
തിരുവചനത്തിൽ പറയുക, നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായിരിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ, സഹവിശ്വാസികളുടെ, ദൈവദാസന്മാരുടെ ഒക്കെ ഹൃദയത്തിന് സമാധാനം കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ഇന്ന് ഈ ഒരു വാക്ക് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാൻ. അതിന് ഭയങ്കര പ്രതിഫലമാണ്. കാരണം ദൈവഭക്തന്മാരെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ ദാസന്മാരുടെ ഹൃദയത്തെ നമ്മൾ മുഖാന്തരം ആശ്വാസം കൊടുത്താൽ, നമ്മൾ മുഖാന്തരം അവർക്ക് സമാധാനം കിട്ടിയാൽ, നമ്മൾ മുഖാന്തരം അവർക്കൊരു സ്വസ്ഥതയുണ്ടായാൽ, നമ്മൾ മുഖാന്തരം അവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നു എങ്കിൽ അത് സ്വർഗത്തിൽ അത് വളരെ പ്രതിഫലം തരുന്നതാണ്. കാരണം എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചാൽ അതെനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എൻ്റെ കുഞ്ഞിന് ഒരു സമാധാനത്തിൻ്റെ വാക്ക് നിങ്ങൾ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ മക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ നമ്മളൊന്ന് ആശ്വസിപ്പിക്കുക. നമ്മൾ അവർക്കൊരു സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഹൃദയത്തിന് ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അത് സ്വർഗത്തിൽ സന്തോഷത്തിന് കാരണമാകും. സ്വർഗത്തിലും അതേ അനുഭവം ഉണ്ടാകാൻ കാരണമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവരാകരുത്, മറ്റുള്ളവരുടെ BP കൂട്ടുന്നവരാകരുത്, മറ്റുള്ളവരുടെ സ്വസ്ഥത കളയുന്നവരാകരുത്. പിന്നെയോ നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസവും മറ്റുള്ളവർക്ക് സമാധാനവും മറ്റുള്ളവർക്ക് സ്വസ്ഥതയും കൊടുക്കുന്നവരായിരിക്കണം. അതാണ് പറയുന്നത്, ഹൃദയത്തെ തണുപ്പിക്കുക. പൗലോസ് പറയുക, ഈ ഒനിസിമോസിനെ നീ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം തണുക്കും. അതായത് പൗലോസിൻ്റെ ആഗ്രഹം, കർത്താവിൽ പൗലോസ് ഒനിസിമോസിനെ ജനിപ്പിച്ചു, ജയിലിൽ വെച്ച് ജനിപ്പിച്ചത്. ഇനി ഇവൻ മുന്നോട്ട് പോകണമെങ്കിൽ ഇവന് ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിച്ച ജീവിതം ഉണ്ടാകണം. അപ്പോൾ അതിന് ഫിലോമോൻ ഇവനെ കൈക്കൊണ്ട് ഇവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്തു പറ്റുന്നു? പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയം തണുക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെയും എന്നെയും നിങ്ങളെയും ഒക്കെ വിളിപ്പിച്ചത് അനേകർ ഹൃദയത്തിനെ തണുപ്പ് കൊടുക്കുവാനും, അനേകർക്ക് ആശ്വാസം കൊടുക്കുവാനും, അനേകർക്ക് സ്വസ്ഥത കൊടുക്കുവാനും. അതല്ലേ യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പം ശിഷ്യൻ്റെ നാവെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന നാവ്. ശിഷ്യൻ്റെ നാവെന്ന് പറയുന്നത് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കും, അവരെ ബലപ്പെടുത്തും, അവരെ ക്രിസ്തുവിൽ ബലപ്പെടുത്തി അവർക്ക് ആശ്വാസവും അവർക്ക് സമാധാനവും അവർക്ക് സ്വസ്ഥതയും കൊടുക്കുന്നതാണ് ഏത് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നാവ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ കലക്കി കളയുന്നവരാകരുത്. ദൈവദാസന്മാരുടെ മനസ്സിനെ കലക്കുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാകരുത്. അവർക്ക് സമാധാനം കൊടുക്കുന്ന, അവർക്ക് സ്വസ്ഥത കൊടുക്കുന്ന, അവർക്ക് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും ഒക്കെ അവസരം കൊടുക്കുന്ന പ്രവൃത്തികളായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകണം. അതുപോലെ സഹവിശുദ്ധന്മാർ നമ്മുടെ കൂടെ ആരാധിക്കുന്നു, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന വാക്കുകൾ, അവർക്ക് സമാധാനം കൊടുക്കുന്ന വാക്കുകൾ, അവരെ കംഫോർട്ട് ചെയ്യുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലൂടെ പറയുക, ഇതിന് ഭയങ്കര പ്രതിഫലമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഒരു തണുപ്പായിരിക്കണം. മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് തീ കൂരിയിടരുത്, മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് തീ ആളിക്കത്തിക്കുന്നവരാകരുത്. മറിച്ച് അകത്തുള്ള ഭാരത്തെ, അകത്തുള്ള പ്രയാസത്തെ, അകത്തുള്ള ഭയത്തെ, അകത്തുള്ള ആ തീയെ കെടുത്തുന്നവരായിരിക്കണം നമ്മൾ. അതിനായിട്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് എന്ന ഒരു ബോധ്യം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരിക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് നമ്മളൊരു ആശ്വാസമായിരിക്കണം, നമ്മുടെ അയൽവാസിക്ക് നമ്മളൊരു ആശ്വാസമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കുന്ന ആരായിക്കോട്ടെ, അവർക്ക് നമ്മൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ, അവർക്ക് സ്വസ്ഥത കൊടുക്കുന്ന പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകും. ആരുടെയും സ്വസ്ഥത കെടുത്തുവാനോ ആരുടെയും സമാധാനം നശിപ്പിക്കുവാനോ ആർക്കും ഉള്ളിനകത്ത് തീ ആളിക്കത്തിക്കുവാനോ നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ വാക്കുകളോ ഒരിക്കലും ഇടവരരുത്. അത് നന്നല്ല. അതുകൊണ്ട് ഇന്ന് പറയുക, പരിശുദ്ധാത്മാവിൽ ഇന്നത്തെ ആലോചന ചെയ്താൽ ഞാൻ ചിന്തിക്കാത്തൊരു സന്ദേശമായി പറയുന്നത്. ഞാൻ ആഗ്രഹിച്ചില്ല, എനിക്കറിയത്തില്ല എന്താ ആക്ച്വലി ഈ വാക്യം എൻ്റെ ഉള്ളിൽ തന്നപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യത്തും ഇത് പറഞ്ഞു തീർക്കട്ടെ, നമുക്ക് ദൈവം തന്ന നാവ് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനായിരിക്കണം, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനായിരിക്കണം, മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കുന്നതായിരിക്കണം. നമ്മൾ മുഖാന്തരം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും മുഖാന്തരം മറ്റുള്ളവരുടെ ഹൃദയം തണുക്കുവാൻ ഇടവരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. We are shining, we are shining, we are shining by the power of Holy Spirit. God bless you, God bless you, God bless you. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം? മറ്റുള്ളവർക്ക് ഹൃദയത്തിന് തണുപ്പ് അല്ലെങ്കിൽ ആശ്വാസം, സന്തോഷം, സമാധാനം, സ്വസ്ഥത കൊടുക്കുന്ന വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.